everyone, this is Yasida Harris from Sehrish Wonder World. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ നമ്മുടെ ബിയോണ്ട് പൈൻ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ ഓറഞ്ച് വാലി എന്നുള്ള പേരുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ കുറച്ച് തേയിലത്തോട്ടം, കുറച്ച് ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദേ ഇവിടെയും റൂംസൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് റേറ്റ്? 5000 പെർ ഡേ. 5000 ആണോ? 5000. 2 ബെഡ്റൂം അല്ലേ? ബാത്ത് അറ്റാച്ച്ഡ് അല്ലേ? ഫുഡൊക്കെ എക്സ്ട്രാ അഡീഷണൽ. ചേട്ടൻ്റെ പേരെന്താ? തങ്കച്ചൻ. ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും ഓറഞ്ച് വാലി. പിന്നെ ഇവർക്ക് ക്യാമ്പിങ്, പിന്നെ ടെൻറ്റ് അല്ലേ ഒക്കെ ഉണ്ട്. തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാ നമുക്ക് ഇനി തേയിലത്തോട്ടം കാണാം. ഇത് ഓടിയുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല സൂപ്പർ വ്യൂ ആ. തേയിലത്തോട്ടം, പിന്നെ നല്ല കാറ്റ്, നല്ല ഫോഗ്, നല്ല തണുപ്പാട്ടോ. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യണം. നന്നായി ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഗസ്റ്റ് ഹൗസ്. നമ്മളിതാ മോളിൽ നിന്നാണ് വന്നത്. ഇത് കോലാഹലമേട്ടിലാണ് കേട്ടോ 2 റിസോർട്ട്. ഏലവും കാപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പാലൊഴുകും പാറ, കോലാഹലമേട് എന്നൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബാക്ക് സൈഡിൽ റോസാപ്പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. നല്ല വലിയ റോസാപ്പൂവാണ്. എന്താ വലിപ്പം നോക്കി. വാവ്, ഒരു റോസാപ്പൂവിൻ്റെ വലിപ്പം നോക്ക്. ഇത്രയും സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സൈസാട്ടോ. എല്ലാ കളറും ഉണ്ട്. പിന്നെ ഇത് അങ്ങോട്ടും വ്യൂ ആണ്. ഉണ്ടോ? തൊട്ടടുത്ത് നമുക്കിങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാം. ഈ സ്ഥലം കാറ്റിൻ്റെ ശക്തി കണ്ടോ. നല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ. മരങ്ങളൊക്കെ നല്ല ആടി ഒലിഞ്ഞ് നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. വന്നത് പിന്നെ ഇതേ മേലോട്ട് പോയാൽ ഇതാണ് കറക്റ്റ് വ്യൂ. ഞാൻ താഴത്തു കൂടിയാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഇതാണ് ശരിക്കുള്ള വ്യൂ. റിസോർട്ടിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് വരുമ്പം ഉള്ള അടിപൊളി ഒരു വ്യൂ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെയും താഴത്തോട്ട് റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. കിസ്സിങ് മൗണ്ടനും നെസ്റ്റും എന്തൊക്കെയോ ഉണ്ട്. നല്ല തണുപ്പാണ്. നട്ടുച്ചയാണ്, പക്ഷെ നല്ല തണുപ്പാണ്. നമുക്ക് പൈൻ ട്രീസാണ് കാണുന്നത്. കണ്ടോ? ക്ലൗഡ്സ് മൗണ്ടനിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് വരണുണ്ടോ. നല്ല തണുപ്പാണ്. കാറ്റിൻ്റെ ഭയങ്കര മൂളക്കമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇത് വണ്ടി വരണുണ്ടേ. ഇങ്ങോട്ട് വാ. ഇതൊക്കെ പൂക്കൾ ഉണ്ടായിക്കണോക്കി. നല്ല കട്ട കുത്തി ഉണ്ടായിക്കണം. കാറ്റിൻ്റെ ശക്തി കണ്ടോ. ഇത് ബബിളൊക്കെ ഊതി സെറ്റപ്പായിട്ട് നടക്കുകയാണ്. ഇത് ബബിൾ ഊതിയടാ. ബബിൾ ഊതി കാണിച്ചു കൊടുക്ക്. ഊത്. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ഇപ്പുറൊരു സൈഡായിട്ട് കേട്ടോ. ഈ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. ഇത്രയും കാറ്റ് സാധാരണ ഇവിടെ ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. എന്തോ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ആയിട്ട് പിന്നെ കേട്ടാ തോന്നുന്നു. നല്ലൊരു ക്ലൈമറ്റും നല്ല കാറ്റും പിന്നെ ഈ ചെടികളും പിന്നെ ഇവിടെ പൂക്കളൊക്കെ നല്ല വലുതായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയയിലൊന്നും കാണിക്കാറില്ലല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വെറുതെ ഒരു ഡ്രൈവ് എടുത്താലാണ് ഇതൊക്കെ കാണാൻ പറ്റുക.
നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടുള്ള വഴി ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഞങ്ങളങ്ങനെ മുട്ടക്കുന്ന് മെഡോസ് അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവ് എടുത്തപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആൾത്തിരക്കില്ല. പിന്നെ എന്താണെന്ന് അറിയൂടാ, പ്രത്യേക ഒരു ആംബിയൻസ്, ഒരു പ്രത്യേക ഒരു ഫീല്, ഭയങ്കര എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബോ, ഭയങ്കര റിലാക്സിങ് ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ബാക്കി കറക്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പോണ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാമായിട്ടുള്ള ഒരു ഇത് കിട്ടൂലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് വരേണ്ടത്. കുറച്ച് ഡ്രൈവ് എടുത്ത് നോക്കി ഇത് അവിടെ കാണാം. എനിക്ക് തോന്നുന്നത് നമ്മൾ താമസിച്ച റിസോർട്ടാന്ന് തോന്നുന്നു അങ്ങോട്ട് കാണുന്നത്. പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ കുറച്ച് നടന്നാൽ മതി, ഒരുപാട് നടക്കാനൊന്നുമില്ല, ഒരു 500 മീറ്ററോ അത്രയൊക്കെ നടന്നാൽ മതി. നല്ല പൈൻ മരങ്ങളൊക്കെ കിടന്ന് ആടണുണ്ട്. അത് നോക്കി, ചെറുതായിട്ട് കിടന്ന് ചെറിയൊരു ബ്രീസ്, ഒരുപാട് ഭയങ്കര കാറ്റല്ല, ചെറിയൊരു കുഞ്ഞു സൗണ്ടൊക്കെ ആയിട്ട് ചെറിയ തണുപ്പ്. ഇത്തിരി വെയിലൊക്കെ വന്നുകൊണ്ട് നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ. നിലത്താ ഭയങ്കര തണുപ്പിന്ന് അത്രയില്ല, ചെറിയൊരു തണുപ്പാണ്. മൗണ്ടൻ വ്യൂ, പക്ഷെ മരത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കാണുന്നില്ല. നമ്മുടെ കാറ്റിൻ്റെ സൗണ്ടിന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലാട്ടോ തോന്നണേ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ഇനി ഉണ്ടാവും അതേപോലത്തെ ഒരു സൗണ്ടാണ്. ഫ്ലാറ്റാണ് കേട്ടോ, മേലെ കുറച്ചും കൂടി സ്ലോപ്പായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റാണ്. ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. നമുക്ക് വാഗമൺ ഒരു 1 ഡേ ട്രിപ്പായിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് യസീദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.